ഹലോ എവരിവൺ, നമ്മളിന്ന് ഓടിക്കുന്ന വണ്ടി മഹീന്ദ്ര താറാണ്. ഐ ബീൻ ലിവിങ് വിത്ത് ദിസ് കാർ ഓൺ കപ്പിൾ ഓഫ് ഒക്കേഷൻസ്. ആക്ച്വലി സെയിം താറല്ല, ഐ ഹാഡ് ഡിഫറെൻറ്റ് താർ റോക്സസ്. അത് ഓരോ പോയിന്റിലും ഓരോ വണ്ടി ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു ലോങ് ടേം ഓണർഷിപ്പ്, ഇത് കുറച്ച് കാലം കൊണ്ടു നടക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. വി ജസ്റ്റ് ഡിഡ് വൺ റിവ്യൂ വെൻ ദ കാർ വാസ് ന്യൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് റോഡ് പോയിട്ട് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മൈ പ്രീവിയസ് കാർ വാസ് എ 4-wheel ഡ്രൈവ്. അതും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ കയ്യിലുള്ള സ്ഥിതിക്ക് ഐ തോട്ട് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ മറ്റു വേർഷൻസും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ഒറ്റ സിംഗിൾ വീഡിയോ ഉണ്ടാക്കാം എന്നുള്ളത് അബൌട്ട് എവറിത്തിങ്, ലൈക്ക് ദ ഹോൾ എക്സ്പീരിയൻസ് ഓഫ് ഹൗ ഇറ്റ്സ് ലൈക്ക് ടു ലിവ് വിത്ത് ദ താർ റോക്സ്. വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാർസ്. ഓക്കെ, ഇനിയൊരു സീക്രട്ട് പറയാം. ഞാൻ ആക്ച്വലി തുറന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും എനിക്ക് ആവശ്യമുണ്ടായിട്ട് ബുക്ക് ചെയ്തതല്ല. കാരണം ജിംനി മേടിച്ചിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. ഒരേപോലെ തന്നെ രണ്ട് വണ്ടികൾ, ഓൾദോ സെയിം സെഗ്മെൻ്റ് അല്ല, പക്ഷേ എന്നാലും ഒരേ പർപ്പസ് തന്നെയായിരിക്കും മിക്കവാറും അത് ചെയ്യുക. കാരണം ഇപ്പോൾ ജിംനി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സെയിം റോള് ജിംനിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വേണ്ടി വരും ഈ വണ്ടി കൊണ്ടുവരാനായിട്ട്. ഞാനത് കീപ്പ് ചെയ്യാനുള്ള റീസണും ഇല്ല, അതിനുള്ളൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഇല്ല അറ്റ് ദ മൊമെൻറ്റ്. അപ്പോൾ ഞാനിത് ബുക്ക് ചെയ്യണ സമയത്ത് വെറുതെ ഒരു ആവേശത്തിന് ബുക്ക് ചെയ്തതാണ്. ശരിക്കും ആ ഇത്ര സമയം എടുക്കും അത് ബുക്ക് ചെയ്താൽ കിട്ടാനുള്ളതെന്ന് അറിയാനും കൂടി ഉള്ളൊരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ മഹീന്ദ്ര വെബ്സൈറ്റിൽ ഒരു ദിവസം ഉറക്കം പോയ ദിവസം രാത്രി ഇരുന്ന് ചുമ്മാ കയറി ബുക്ക് ചെയ്തതാണ്. ഞാനൊരു ഒക്ടോബറിലാണത് ബുക്ക് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ബുക്ക് ചെയ്ത സമയത്ത് അത് കാണിച്ചിരുന്നത് 2025 നവംബർ അല്ലെങ്കിൽ 2026 ഫെബ്രുവരി, അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതായത് ബുക്ക് ചെയ്തൊരു 1.25 വർഷം കാത്തിരുന്നാലേ ഈ വണ്ടി കിട്ടുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ്. അതിൽ തന്നെ ഞാൻ പിന്നീട് ഒരു ചേഞ്ച് കൂടി വരുത്തി. ഞാൻ ആ മോക്ക ഇൻറ്റീരിയേഴ്സ് വന്ന സമയത്ത് ആ ബ്രൗൺ ഇൻറ്റീരിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. സോ 4x4 ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്കലി മാത്രമേ അത് കിട്ടുന്നുള്ളൂ. ആൻഡ് പ്രൈസും എല്ലാം അതുകൊണ്ട് വളരെയധികം പുഷ്ഡായി. ആൻഡ് അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഈ ഫെബ്രുവരിയിലെങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് വിൽ ടേക്ക് ഈവൻ ലോങ്ങർ. വേണേ മഹീന്ദ്രയിൽ പറഞ്ഞ് എന്തെങ്കിലും സൂത്രപ്പണിയൊക്കെ കാണിച്ച് നമുക്ക് വണ്ടി നേരത്തെ കിട്ടും. പക്ഷേ എനിക്ക് ആക്ച്വലി നേരത്തെ വേണ്ട. കാരണം ഞാനിപ്പോൾ ജിംനി വാങ്ങിച്ചിട്ട് അതൊന്നും മര്യാദയ്ക്ക് എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ പാരലായിട്ട് ഇത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് തന്നെ എനിക്ക് ആ വെയിറ്റിംഗ് കുഴപ്പമില്ല. ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലുള്ളൊരു തോന്നൽ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വൈകുന്നോ അത്രത്തോളം നല്ലതാണ്. അതുപോലെ തന്നെ 2026 ഇത് വേണം എന്ന് പറഞ്ഞാൽ പിന്നെ ബുക്ക് ചെയ്ത് കാത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ആ സമയത്ത് എനിക്ക് വേണമെന്നുള്ളത് എനിക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തിടാം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടതാണ്. എൻ്റെ ഒരു പേടി എന്ന് പറയുന്നത് മഹീന്ദ്രയിലുള്ളവർ നമ്മുടെ വീഡിയോസ് അരിച്ചുവറക്കി കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അവർ ഇതറിഞ്ഞ് ബുക്കിങ്സ് എങ്ങാനും ഫാസ്റ്റ് ആക്കുമോ എന്നുള്ളതാണ്. എനിക്ക് പെട്ടെന്ന് വേണ്ടാന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ പറഞ്ഞ ബുക്കിംഗ് നമ്പേഴ്സൊക്കെ ശരിക്കും ഉള്ളതാണോ എന്നുള്ളതാണ്. കാരണം പലയിടത്തും വണ്ടികൾ അവൈലബിൾ ആണ്. ഈ പറഞ്ഞതിലും നേരത്തെയൊക്കെ കുറേ പേർക്ക് വണ്ടികൾ കിട്ടിയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ 3XO ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയപ്പോഴും അവർക്ക് കിട്ടിയതും ഏതാണ്ട് ഇതുപോലെ തന്നെ ഒരു SMS ആണ്, താങ്ക് യു ഫോർ യുവർ ഇൻട്രസ്റ്റ് ഇൻ ദ മഹീന്ദ്ര താർ റോക്സ് എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പേഴ്സ് മാനിപ്പുലേറ്റഡ് ആണോ എന്ന് അറിയില്ല. എന്തായാലും ഇതിപ്പോൾ ഇനി ഫേക്ക് ആണെന്ന് എൻ്റെ ഒരു സംശയം മാറ്റാനെങ്കിലും മഹീന്ദ്രയിലുള്ളവർ എൻ്റെ വണ്ടി പരമാവധി വൈകിക്കും. ദാറ്റ് വേ നമുക്ക് കുറച്ച് കാലം കൂടി നമ്മുടെ ജിംനി തന്നെ ഓടിച്ച് എൻജോയ് ചെയ്യാം. എനിക്കത് കൊടുക്കാൻ പ്ലാനൊന്നുമില്ല. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജിംനി 4x4 ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചിട്ട് താർ 2-wheel ഡ്രൈവ് മേടിച്ചാലോ എന്നുള്ളതാണ്. കാരണം അപ്പോൾ അത് ഫാമിലി കാർ എന്നുള്ള രീതിയിൽ, ദാറ്റ്സ് ദ ഓൺലി റീസൺ ആക്ച്വലി. കാരണം ജിംനി ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ കുറച്ച് കോംപ്രമൈസ്ഡ് ആണ്. അതിൻ്റെ ഉള്ളിലത്തെ സ്ഥലമൊക്കെ കുറച്ച് കുറവാണ്. ഡെയിലി സിറ്റിയിൽ ഓടിക്കുമ്പോൾ അത്ര വലിയ കംഫർട്ടബിൾ ഒന്നുമല്ല. ഐ എസ്പെഷ്യലി ലവ് ദ സ്റ്റിയറിംഗ് ഇൻ ദിസ്. കാരണം ഇത് വളരെ എളുപ്പം വളഞ്ഞു വരും. നമ്മൾ മറ്റേത് പോഞ്ഞിക്കരയാണെന്ന് പറഞ്ഞ പോലെ അത് ആവശ്യമില്ലാത്ത മസിലൊക്കെ കാണിച്ച് പലയിടത്തും വളഞ്ഞൊന്നും വരില്ല. വേറെ ദിസ് ഈസ് റിയലി ഈസി ടു ഡ്രൈവ്. ദ സ്റ്റിയറിംഗ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എമംഗ് ബോഡി ഓൺ ഫ്രെയിം SUVs. പക്ഷേ എൻ്റെ മനസ്സിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2-wheel ഡ്രൈവ് ആയിട്ട് ഇത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദാറ്റ് ഈസ് ബിസൈഡ് ദ പോയിന്റ്. കാരണം ഒരു SUV എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 4-wheel ഡ്രൈവ് നേച്ചറും കൂടി വേണം. അത് ഫാമിലി കാർ ആയിട്ടാണ് 2-wheel ഡ്രൈവ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ദർ ആർ പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ്. നമുക്ക് ഇത് തന്നെ വാങ്ങിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു SUV എന്ന് പറഞ്ഞിട്ട് മച്ച് ബെറ്റർ കാർസ് ആർ അവൈലബിൾ. അപ്പോൾ അതുകൊണ്ട് അതും ഒരു ഡൈലമ ഉണ്ട്. ഐ ഹാവ് ടു ബൈ ദ 4x4 ആൻഡ് ദെൻ സെൽ ഓഫ് ദ ജിംനി. കാരണം 2 4x4 ഒരേപോലത്തെ വെക്കേണ്ട കാര്യമില്ല. 4x4 ഇഷ്ടമില്ലാത്ത ആളായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിലാണ്. എന്തായാലും നമുക്ക് കുറച്ച് ഡിസൈഡ് ചെയ്യാൻ സമയമുണ്ട്. ജിംനിനേക്കാൾ 3 times സ്പെൻഡ് ചെയ്തിട്ടുള്ള വണ്ടി ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അറൗണ്ട് 30 lakhs ആവും നമ്മളിത് വാങ്ങിക്കുമ്പോൾ. ആൻഡ് 30 lakhsന് മഹീന്ദ്ര വേറൊരു കൺഫ്യൂഷൻ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BE6 എന്നുള്ള ഫോമിൽ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഓപ്ഷനാണ്. ഈ 30 lakhs ബഡ്ജറ്റിൽ ഒരു മഹീന്ദ്ര വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ഞാനൊരു പോസ്റ്റ് വണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഗോട്ട് ട്രെമൻഡസ് റെസ്പോൺസ്. ആൾക്കാർക്ക് രണ്ടും വേണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതും ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദിസ് പെർട്ടിക്കുലർ കാർ. ഇതൊരു ടർബോ പെട്രോളാണ്. എൻ്റെ പ്രീവിയസ് വണ്ടികളൊക്കെ ഡീസലുകളായിരുന്നു. ആൻഡ് ദോസ് വർ മച്ച് ബെറ്റർ ഇൻ ടേംസ് ഓഫ് ഫ്യൂൽ എഫിഷ്യൻസി. ഇത് നല്ല എഞ്ചിനൊക്കെയാണ്. ഇറ്റ് ഹാസ് 177 bhp. ഇറ്റ്സ് ഫാസ്റ്റ്. പക്ഷേ ഫ്യൂൽ എഫിഷ്യൻസി
ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. നമ്മൾ പലപ്പോഴും 10 km/L ഒക്കെ കാണാനായിട്ട് MIDയിൽ കൊതിക്കും. ഇപ്പോൾ ഇറ്റ്സ് ഡൂയിങ് 9.1. നമ്മൾ മിക്കവാറും സിറ്റിയിലൊക്കെ പോയി വരുമ്പോഴൊരു 8-9 റേഞ്ചിലൊക്കെ തന്നെ എപ്പോഴും കാണിക്കുകയുള്ളൂ. ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് നോക്കുമ്പോഴും 10 കിലോമീറ്റർ കഷ്ടിയൊക്കെയാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് യു വിൽ ഹാവ് ടു റിയലി ലിവ് വിത്ത്. ആൻഡ് ഈ 10 കിലോമീറ്റർ എന്ന് പറയുന്നത് സൂക്ഷിച്ച് ഓടിച്ചിട്ടൊക്കെ ഉള്ള കാര്യമുണ്ടോ. നല്ലോണം ഫാസ്റ്റായിട്ടൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ഡൗൺ ടു 6 or 7 വിച്ച് ഈസ് റിയലി ഹാർഡ് ടു പാലറ്റ്. നമുക്ക് ആ ഒരു ലെവൽ ഓഫ് ഫ്യൂൽ എഫിഷ്യൻസി വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു 170 bhp 2 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിൻ, ഈ ഒരു ലാഡർ ഫ്രെയിം ഷാസി, ഇത്രയും വെയിറ്റ്, റിയർ വീൽ ഡ്രൈവ്, വലിയ ഫേവറബിൾ അല്ലാത്ത എയറോഡൈനാമിക്സ് എല്ലാം വെച്ചിട്ട് ദാറ്റ് ഈസ് സ്റ്റിൽ റെസ്പെക്റ്റബിൾ. ആൻഡ് ഫ്യൂൽ എഫിഷ്യൻസി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഈസി ടു ഡ്രൈവ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓവർടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ദ പവർ, ജസ്റ്റ് ടേക്സ് ഓഫ് ആൻഡ് ഗോസ്. നമുക്ക് ആവശ്യത്തിനുള്ളൊരു പെർഫോമൻസ് ഉണ്ട്. ഗിയർ ബോക്സ് ഈസ് റിയലി സ്മൂത്ത്, 6 സ്പീഡാണ്. ഡ്രൈവിംഗ് പെർസ്പെക്റ്റീവിൽ നിന്ന് ദർ ഈസ് വെരി ലിറ്റിൽ ടു കംപ്ലൈൻ. എനിക്ക് ഇതിൻ്റെ വിസിബിലിറ്റി ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആ റോഡിൽ ദിസ് ഫീൽസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദ 3-door Thar. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം നമുക്ക് 3-door Thar നമുക്ക് കുറച്ച് നേരം ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും, അതിൻ്റെ റൈഡും അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ. ദിസ് ഹാസ് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വിച്ച് ടേക്സ് കെയർ ഓഫ് ദാറ്റ്. റൈഡ് ഈസ് മച്ച് ബെറ്റർ, കാരണം സ്കോർപിയോ ഷാസിയാണ്. ചെറിയൊരു ലംപിനെസ് നമുക്ക് ഫീൽ ചെയ്യും ആസ് ഇൻ ബാഡ് റോഡ്സിലൊക്കെ. ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു ബംപ്സൊക്കെ നമ്മൾ, എസ്പെഷ്യലി ടയർ പ്രഷറൊക്കെ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ഫീൽ ബംപി. പക്ഷേ ഈ ഒരു ക്ലാസ് ഓഫ് വണ്ടിയിൽ ദാറ്റ് ഈസ് ഇന്നവിറ്റബിൾ. അപ്പോൾ അതുകൊണ്ട് യു ഫോർഗീവ് ഇറ്റ് ഫോർ ദാറ്റ്. വേറെ ലിവിങ് വിത്ത് ഇറ്റ് ഹാസ് ബീൻ മോസ്റ്റ്ലി ട്രബിൾ ഫ്രീ. ചെറിയ റാറ്റിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കോർണറിൽ ചെറിയൊരു റാറ്റിൽ ഉണ്ടായിരുന്നു. അതുപോലെ ബൂട്ടിൻ്റെ സൈഡിൽ ഒരു റാറ്റ്ലിംഗ് ഉണ്ടായിരുന്നു. ബൂട്ടിൻ്റെ സൈഡിലുള്ള റാറ്റ്ലിംഗ് ആ സ്പ്ലിറ്റ് ടെയിൽ ഗേറ്റിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു എന്ന് ഞാൻ പിന്നീട് ഫിഗർ ഔട്ട് ചെയ്ത്. ഐ ക്ലീൻഡ് ഇറ്റ് തറോലി ആൻഡ് ഇറ്റ് ഡിസപ്പിയർഡ്. അവിടെ കുറച്ച് സിലിക്കോൺ സ്പ്രേ ഒക്കെ അടിച്ചപ്പോഴത്തേക്ക് അത് മാറി. 3-door Thar ഒരു സ്പ്ലിറ്റ് ടെയിൽ ഗേറ്റ് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കൺവേർട്ടിബിൾ ഉണ്ട്, സോഫ്റ്റ് ടോപ്പ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മെറ്റലിൻ്റെ ടെയിൽ ഗേറ്റിൻ്റെ സെക്ഷൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട്, മറ്റേത് യൂണിയുടെ ഗ്ലാസ് ഫോർ ദ ഹാർഡ് ടോപ്പ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറയാം. ഇതെല്ലാം ഹാർഡ് ടോപ്പാണ്. അപ്പോൾ പിന്നെ ഇതിന് അങ്ങനത്തെ ഒരു സംഭവം കീപ്പ് ചെയ്യേണ്ട കാര്യം പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. ബട്ട് ദേ ഡിഡ് ദാറ്റ്. കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഹിറ്റ് ആൻഡ് മിസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റോറേജ് സ്പേസ് ഇല്ല. ഞാൻ ജിംനിയിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ആളാണ്. ജിംനിയിൽ അറ്റ്ലീസ്റ്റ് 1 ലിറ്റർ വാട്ടർ ബോട്ടിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. അത് നടുക്കുള്ള കൺസോളിൽ കുത്തി കയറ്റിയൊക്കെ ആയാലും ഷേപ്പൊന്നും ചെറുതായിട്ട് ഡിസ്റ്റോർട്ടഡ് ആയാലും ആ ബോട്ടിൽ അവിടെ ഫിറ്റ് ആവും. വേറാസ് ദിസ് ഹാസ് നോ സ്പേസ് ഫോർ ദാറ്റ്. ഇവിടെ ഇങ്ങനൊരു കൺസോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിച്ച് ഈസ് ഓൺലി ഫോർ സ്മോൾ കപ്സ്. അതുപോലെ തന്നെ ഡോർ പോക്കറ്റ്സ് ആർ റിയലി സ്മോൾ. നമ്മൾക്കൊരു 1/2 ലിറ്റർ ബോട്ടിലൊക്കെ അതിൽ മാക്സിമം ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഈ പറഞ്ഞ പോലെ സൺവൈസേഴ്സ് ആർ റിയലി ഹ്യൂജ്. നമ്മളിതിങ്ങനെ താഴേക്ക് ആക്കി കഴിഞ്ഞാൽ യുവർ വിസിബിലിറ്റി ഈസ് ഓൾമോസ്റ്റ് കട്ട് ഇൻ ഹാഫ്. ഓൾറെഡി ചെറിയ വിൻഷീൽഡാണ്. അതിൽ തന്നെ നമ്മുടെ ഐ ലെവലിലാണ് ഇത് ബ്ലോക്ക് ചെയ്യുന്ന ഭാഗം. സോ യു ക്യാൻ ഓൺലി സീ ദ ബാക്ക് ബമ്പർ ഓഫ് മോസ്റ്റ് കാഴ്സ്. വേറൊരു കംപ്ലൈൻറ്റ് ഉള്ളത് ഈ ഒരു ഇൻഫോർടൈൻമെൻ്റ് ആണ്. ഇറ്റ്സ് ലാഗി ആസ് ഹെൽ. ചില സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് ഹാങ് ആവണൊക്കെ ഉണ്ടായിരുന്നു. ദെൻ യു ഹാവ് ടു റീസ്റ്റാർട്ട് ഇറ്റ്. പിന്നീട് എക്സ്പീരിയൻസ് ചെയ്ത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിൻ്റെ ഡിസ്പ്ലേ ചില സമയത്ത് കാണിക്കില്ല. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ക്യാമറ വർക്ക് ചെയ്യും, റൈറ്റ് സൈഡിലേക്കുള്ളത് ഗ്രീൻ സ്ക്രീനായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം കണ്ട വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഹെഡ് ലാമ്പ് വർക്ക് ചെയ്യാണ്ടായിരുന്നു. ഈ 2 പ്രശ്നങ്ങളും പിന്നീടുള്ള ദിവസങ്ങളിൽ തന്നെത്താനെ പരിഹരിക്കപ്പെട്ടു എന്ന് വെച്ചിട്ട് ഈ വണ്ടിക്ക് എന്തോ ഒരു മാന്ത്രിക ശക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരു തമാശ ഉള്ളത് ഇതിൻ്റെ ഇൻ്റർഫേസ് ആണ്. കാരണം ഇത് ഡ്യുവൽ സോൺ AC വേണ്ടിയിട്ട് നമ്മുടെ 3XOയിലൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സംഭവമാണ്. പക്ഷേ ദിസ് കാർ ഹാസ് ഓൺലി ഗോട്ട് സിംഗിൾ സോൺ എയർ കണ്ടീഷനിങ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 സൈഡിലും നമുക്ക് ടെമ്പറേച്ചർ സെറ്റിംഗ് ഒക്കെ കാണും. പക്ഷേ അത് ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്താൽ മറ്റേത് അഡ്ജസ്റ്റ് ആവും. അല്ലാതെ അത് സെപ്പറേറ്റ് ഒന്നല്ല. മഹീന്ദ്രനോട് ചോദിച്ചു കഴിഞ്ഞാൽ മഹീന്ദ്ര ചിലപ്പോൾ പറയും ഞങ്ങൾ ഇപ്പുറത്തുള്ള പാസഞ്ചർക്ക് എളുപ്പമാക്കാൻ വേണ്ടി അവിടെ ഒരെണ്ണം കൂടി കൊടുത്താണെന്നുള്ളത്. വേറെ ഈ ഒരു പാർക്കിംഗ് ബ്രേക്ക് ചില സമയത്ത് കുറച്ചൊന്ന് ഗ്രാബി ആവുന്നുണ്ട്. ചില സമയത്ത് വെനെവർ യു വാണ്ട് ടു എൻഗേജ് ഇറ്റ്. അത് ഇലക്ട്രിക് ആണ്. സോ അത് നമ്മൾ ഡിസെൻഗേജ് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ചൊന്ന് സ്റ്റിക്കിയാണ്. ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് വരാനൊക്കെ ഇത്തിരി സമയമൊക്കെ എടുക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ഓൺലി ഹാപ്പൻ വൺസ് ഓർ ട്വൈസ്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പ്രോപ്പറായിട്ട് ഓടുന്നുണ്ട്. ഞാൻ ഈ വണ്ടി ഇതിന് മുന്നത്തെ വേർഷൻ ദ ഡീസൽ ഓട്ടോമാറ്റിക് 4x4 വിച്ച് ഐ ഹാഡ്, അത് ഞാൻ ഓഫ് റോഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് 3-4 റെഗുലർ 3-door Thar ഓഫ് റോഡ് എന്തൂസിയാസ്റ്റുകളുടെ കൂടെയാണ് ഞാൻ പോയത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്പെഷ്യൽ ട്രെയിൽസിൽ കൂടെയൊക്കെ പോയി. ആ പോയ സമയത്തൊക്കെ ഇവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ വലിയ ഓഫ് റോഡൊന്നും പോകാൻ വലിയ കഴിവുള്ള ആളല്ല എന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടും ഈ പല സെക്ഷനിലും ഇതിൻ്റെ ആ ക്രോൾ കൺട്രോളും, അപ്പോൾ ആ കല്ലിൻ്റെ മുകളിലൊക്കെ കയറുമ്പോൾ എൻ്റെ ത്രോട്ടിൽ സ്കില്ല് വണ്ടിയിൽ നിന്നാണ്. പക്ഷേ അവർ കണ്ടപ്പോൾ അവർ വിചാരിച്ചത് എൻ്റെ കഴിവാണെന്നാണ്. അപ്പോൾ അവർ വിചാരിച്ചു തോന്നി ഇപ്പോൾ ഭയങ്കര ഓഫ് റോഡ് എക്സ്പേർട്ട് ആയിട്ടുണ്ടല്ലോ, ജിംനി ഓടിച്ചെന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു പെട്ടെന്ന് ആംഗിളിലൊക്കെ വളഞ്ഞ് വരാനായിട്ടൊക്കെ മറ്റേ ഇൻഡിവിജ്വൽ വീൽ ബ്രേക്ക് ചെയ്യുന്നതൊക്കെ ഇറ്റ് മെയ്ഡ് എ വേൾഡ് ഓഫ് ഡിഫറൻസ്. പ്രശ്നം ഇതിൻ്റെ സൺറൂഫായിരുന്നു. നമ്മൾ പല സ്ഥലത്തും ആ വണ്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ മരത്തിൻ്റെ ചില്ലയൊക്കെ വന്നിട്ട് നേരെ അടിക്കുന്നത് ഇതിൻ്റെ സൺറൂഫിലാണ്. ഓഫ് റോഡ് എന്തൂസിയാസ്റ്റുകൾക്ക് സത്യം പറഞ്ഞാൽ അതില്ലാത്ത വേരിയൻറ്റ് മേടിക്കുന്നതായിരിക്കും നല്ലത്.
ഓൾസോ ദീസ് വൈറ്റ് സീറ്റ്സ് അതും ഒരു റോങ് ചോയ്സ് ആണ്. കാരണം നമുക്കിത് ക്ലീൻ ആക്കി വെക്കണമെങ്കിൽ യു ഹാവ് ടു റിയലി വർക്ക് ഹാർഡ്. അതുകൊണ്ടാണ് ഞാൻ ബുക്ക് ചെയ്ത വണ്ടിയിൽ ഞാൻ ആ മോക്ക ബ്രൗൺ ഇൻറ്റീരിയേഴ്സ് ബുക്ക് ചെയ്തേക്കുന്നത്. ദിസ് ഈസ് റിയലി ഹാർഡ് ടു കീപ് ക്ലീൻ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ താർ റോക്സ് കുറച്ച് കാലം കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമായോ എന്നുള്ളതും, നിങ്ങളൊരു 30 lakhs ഒരു കാർ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ താർ റോക്സ് വാങ്ങിക്കോ അതോ B6 വാങ്ങിക്കോ അല്ലെങ്കിൽ B9 വാങ്ങിക്കോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.